നമ്പ്യാർസ് ഫേസ് ക്ലിനിക് ഉടമ ഡോക്ടർ വരുൺ നമ്പ്യാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, താങ്കളുടെ താങ്കൾക്കെതിരെ വലിയ ആരോപണമാണ് ഒരു യുവതി ഞങ്ങൾക്ക് മുന്നിൽ വന്ന് ഉന്നയിച്ചത്. അവിടെ ചികിത്സ നടത്തി, മൂക്കിൻ്റെ എല്ലിൻ്റെ വളവ് മാറാനാണ് ചികിത്സ. പക്ഷേ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശ്വസനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ കേസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണോ? എന്താണ് ഈ ആരോപണത്തിന് മറുപടി? സർ, ഇതൊരു ശുദ്ധമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ്. ഈ കേസ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സർജറി നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ മാസമാണ്. ജൂൺ മാസത്തിൽ സർജറി ചെയ്തൊരു പേഷ്യന്റ് 8 മാസത്തിനപ്പുറം, അതായത് ആകെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് വരേണ്ടത് 10ാമത്തെ ദിവസം തുന്നൂരാൻ ആ പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നിരുന്നില്ല. പേഷ്യന്റ് വയനാട്ടിൽ നിന്ന് സ്വന്തം സ്ഥലത്തു നിന്നാണ് സ്യൂച്ചർ റിമൂവ് ചെയ്തത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ പേഷ്യന്റ് ആകെ എന്നെ കാണാൻ വന്നിരിക്കുന്ന ഒരു ഫോളോ അപ്പ്. ഈ പറയുന്ന പേഷ്യന്റ് ഒരു തവണയെങ്കിലും ഒരു ഡോക്ടർ, സർജറി ചെയ്ത ഒരു ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ട് അല്ലെങ്കിൽ റിവ്യൂവിന് വരേണ്ടത് നമ്മളൊരു മിനിമം സർജറി ചെയ്തതിൽ 6 മാസമെങ്കിലും മിനിമം റിവ്യൂ പറയുന്നുണ്ട്. ഒരു തവണ പോലും വരാതെ ഫെബ്രുവരി മാസം 3 ഗുണ്ടകളെ, അതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് പെരുമ്പാവൂരിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കൊട്ടേഷൻ ആളാണ്. ഈ 3 പേരെ അയച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് 15 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഈ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് ആ പേഷ്യന്റ് എന്നെ നേരിട്ട് കാണാൻ വന്നില്ല? ഒരു തവണ പോലും വന്നില്ല. അവർ ഈ 15 ലക്ഷം രൂപ അവർ 2 തവണയായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി മാസം 12-ാം തീയതി ഞാൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു. ഈ 12-ാം തീയതി കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് 16-ാം തീയതി 16-ാം തീയതിയാണ് ഇവർ കൗണ്ടർ കേസ് കൊടുക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൗണ്ടർ കേസ് കൊടുക്കുന്നത്. പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്ത കേസാണ്. അപ്പോൾ അതിന്റെ പോളിൽ ഇവരെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടും എൻ്റെ അടുത്ത് പൈസ പിടിക്കാം എന്നുള്ളതിന്റെ രീതിയിലുള്ള ഇവരുടെ പ്ലാനിങ്ങിന്റെ എതിരെ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ്, അതിനുശേഷം 3 മാസം ഇപ്പുറം കോടതിയുടെ പുതിയൊരു നിയമപ്രകാരം, CWC എന്നൊരു നിയമപ്രകാരം അവർ വീണ്ടും ഇതേ കേസ് അവർ FIR എടുപ്പിക്കണം. അതിലും ഇവർ മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല അവർ പറയുന്നത്, ഇവർ ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഇട്ടിരിക്കുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്നുള്ളതാണെങ്കിൽ എന്തർത്ഥത്തിലാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്നുള്ളതാണെങ്കിൽ ഞാൻ റെഡിയാണ് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ്, ഒരു മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ മെഡിക്കൽ ബോർഡ് പറയട്ടെ, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ്, അതായത് ഒരു പ്രൊപ്പഗാൻഡയാണ്. ഇതൊരു പ്ലാൻഡ് അറ്റാക്ക് ആണ് ഒരു ഡോക്ടറുടെ പേരിൽ. അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ഒരു ഡോക്ടറെ ഡീഫെയിം ചെയ്യുക, അതായത് അവർ ഉദ്ദേശിച്ച 15 ലക്ഷം രൂപ കിട്ടിയതുമില്ല, അവർക്കെതിരെ FIR ഇടുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് എനിക്കെതിരെ ഒരു പ്ലാൻഡ് അറ്റാക്കിന് വേണ്ടിയിട്ട് അവർ മീഡിയയെ യൂസ് ചെയ്യാണ്. ഇപ്പോൾ മീഡിയ നേരത്തെ പറഞ്ഞു, ആരോ ഒരു റിപ്പോർട്ടർ പറഞ്ഞു, അതായത് ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. ഇപ്പൊ ഒരു റിപ്പോർട്ടർ പറഞ്ഞു, അതായത് എനിക്കെതിരെ ഒരു കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറയട്ടെ, എനിക്കെതിരെ 2024 ഒരു നീര് വന്നു എന്ന് പറയും, സർജറി അല്ല ചെയ്തത്, ഒരു നീര് വന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ ഒരു കേസ് കൊടുത്തു. അതും അവരെന്ത് ചെയ്തു? ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ബോർഡ് 2 തവണ DMOയുടെ അണ്ടറിൽ 2 തവണ പ്ലാസ്റ്റിക് സർജറി, അതേപോലെ 5 സ്പെഷ്യാലിറ്റികൾ ഇരുന്നിട്ടുള്ള 2 ബോർഡ് എനിക്കെതിരെ എൻക്വയറി വന്നിട്ട് ഒരു തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് റിപ്ലൈ കൊടുത്തതാണ്. ഈ റിപ്ലൈ കൊടുത്തിട്ടും ആ റിപ്ലൈ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ കോടതിയിൽ പോയിരിക്കുകയാണ്. അത് ഞാൻ കേസ് പോവാണ്, കേസിൽ ഞാൻ ഇങ്ങനെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു ഡോക്ടർ ഒരു നീര് വന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും പേരുദോഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. കാരണം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ് നടക്കുന്നത്. ഡോക്ടർ ഒന്ന് തുടരുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.